നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ വ്യാപനത്തിനിടയിലും വൻ ലാഭം കൊയ്യാൻ UAE. വിമാനയാത്രകൾ വർദ്ധിപ്പിച്ച് യാത്രക്കാർക്കായി സീറ്റുകൾ കൂട്ടിയിരിക്കുകയാണ് UAE എയർലൈൻസ്. രാജ്യത്തു നിന്നുള്ള പ്രധാന ഇടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളിലാണ് സീറ്റുകളുടെ എണ്ണം കൂട്ടിയിരിക്കുന്നത്. സൗദിക്ക് പിന്നാലെ UAEയിലും ഒമിക്രോൺ സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ വഴി UAEയിലെത്തിയ വിദേശ പൗരനാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഇതിനിടയിലാണ് UAE അധികൃതർ ഇത്തരത്തിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന വാർത്ത പുറത്തുവന്നത്. കൺസൾട്ടൻസി സ്ഥാപനമായ OAGയിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം ഒമിക്രോൺ കണ്ടെത്തിയതിനു ശേഷം ആഴ്ചകൾക്കുള്ളിൽ തന്നെ രാജ്യത്ത് നിന്ന് പറക്കുന്ന വിമാന സർവീസുകളിലെല്ലാം സീറ്റുകളുടെ എണ്ണം കൂട്ടിയിരിക്കുകയുമാണ്. ഇതുമൂലം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തിക്കും തിരക്കുമുള്ള റൂട്ടായി ദുബായ്, റിയാദ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ മാസം മാത്രം 2,84,000 സീറ്റുകളിലാണ് യാത്രക്കാർ യാത്ര ചെയ്തത്. 2,82,413 സീറ്റുകളുമായി കെയ്റോ, ജിദ്ദയും 2,53,567 സീറ്റുകളുമായി ദുബായ്, ലണ്ടൻ, ഹീത്രോയും പിന്നാലെയുണ്ട്. അതോടൊപ്പം തന്നെ സീറ്റുകളുടെ ശേഷി കാര്യത്തിൽ ദക്ഷിണാഫ്രിക്കയും സിംബാബ്വേയും പോലുള്ള ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള റൂട്ടുകൾ ഒഴികെ മറ്റൊരു തരത്തിലുമുള്ള കുറവുകൾ കാണുന്നില്ലെന്നാണ് ആൻഡ്രേ മാർട്ടിൻസ് ചൂണ്ടിക്കാട്ടിയത്. ദുബായിയെ അന്തിമ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റിയതാണ് പ്രധാനമായും ഈ ഉയർച്ചയ്ക്ക് കാരണമെന്ന് മാർട്ടിൻസ് വ്യക്തമാക്കുന്നു. ഇതിനു മുമ്പ് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും തിരിച്ചുമുള്ള യാത്രക്കാർക്ക് ദുബായ് ഒരു ട്രാൻസിറ്റ് കേന്ദ്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ പോയിന്റ് ടു പോയിന്റ് ട്രാഫിക് ഒരു വലിയ പങ്ക് വഹിക്കാൻ തുടങ്ങിയതോടെ നഗരം ഒരു പ്രമുഖ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിട്ടുണ്ട്. എക്സ്പോകളും മറ്റു ചില വലിയ പരിപാടികളും ഇതിന് കാരണമാകുന്നുവെന്ന് മാർട്ടിൻസ് വ്യക്തമാക്കി. ഗതാഗതത്തിന്റെ ഭൂരിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്നതിനാൽ തന്നെ ട്രാൻസ്ഫർ ഫ്ലോകൾ മേഖലയിലെ എയർലൈനുകൾക്ക് വളരെ പ്രസക്തമാണെന്ന് മാർട്ടിൻസ് പറഞ്ഞു. അതേസമയം സൗദിയിലേക്കുള്ള ഭൂരിഭാഗം പ്രവാസികളും ഇപ്പോൾ ദുബായ് വഴിയാണ് മടങ്ങുന്നത്. ഇവർക്കായി പ്രത്യേക പാക്കേജുകൾ പോലും ട്രാവൽ ഏജന്റുമാർ ഇറക്കിയിട്ടുണ്ട്. ഇതുമൂലം എക്സ്പോ സന്ദർശിക്കുന്നവരുടെ എണ്ണവും ഏറിയിട്ടുണ്ട്. ടൂറിസം മുന്നിൽ കണ്ടാണ് UAE ഇത്തരത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നത്. എങ്കിലും ഒമിക്രോൺ നിലനിൽക്കുന്ന സാഹചര്യം മുന്നിൽ കണ്ട് ചെറിയ ആശങ്ക ഏവരിലും ഉണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.